ഏപ്രിൽ മാസം 3-ാം തീയതി RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ഓൺലൈൻ പോർട്ടലിൽ കത്തോലിക്കാ സഭയ്ക്ക് എതിരായ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടു. അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി. പ്രതിഷേധിക്കാൻ കാരണം ആ ലേഖനം രാഷ്ട്രീയ അജണ്ടയോടെ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ആ ലേഖനത്തിലെ കണക്കുകളിൽ പറയുന്നത് വഖഫിന് ഉള്ളതിനേക്കാൾ കൂടുതൽ ഭൂസ്വത്ത് കത്തോലിക്കാ സഭയ്ക്കുണ്ട് എന്നാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ലേഖനമാണത്. കത്തോലിക്കാ സഭയ്ക്ക് 7 കോടി ഹെക്ടർ സ്ഥലമുണ്ട് എന്നാണ് ലേഖനത്തിൽ പറയുക. അതായത് രാജ്യത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മുതലാളി കത്തോലിക്കാ സഭയാണത്രേ. എന്തടിസ്ഥാനത്തിലാണ് ഈ കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ലേഖനത്തിൽ ഒരിടത്തും ഒരു സൂചനയും നൽകുന്നുമില്ല. കത്തോലിക്കാ സഭയുടെ ഈ ഭൂസ്വത്ത് അനധികൃതമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമവും ലേഖനത്തിലുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1927 ചർച്ച് നിയമം പാസാക്കിയതിന് ശേഷമാണ് കത്തോലിക്കാ സഭയ്ക്ക് ഭൂവിസ്തൃതി വലിയ തോതിൽ വർദ്ധിച്ചത് എന്നാണ് ലേഖകൻ പറയുക. ബ്രിട്ടീഷുകാർ കത്തോലിക്കാ സഭയ്ക്ക് പാട്ടത്തിന് നൽകിയ ഭൂമി തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി 1965 സർക്കാർ സർക്കുലർ അയച്ചുവെങ്കിലും അത് ഫലവത്തായില്ലെന്നും ആ ഭൂമി മുഴുവൻ ഇപ്പോൾ സഭയുടെ പക്കലുണ്ട് എന്നും ലേഖനത്തിൽ പറയുന്നു. ഇത് സത്യവിരുദ്ധമായ പ്രസ്താവനയാണ്. ഇത് സ്ഥിരീകരിക്കുന്നതിന് ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല. ഈ ലേഖനത്തിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായ പശ്ചാത്തലത്തിൽ വെബ്സൈറ്റിൽ നിന്ന് ലേഖനം പിൻവലിക്കുകയുണ്ടായി. ഓർഗനൈസറിൻ്റെ എഡിറ്റർ വിശദീകരണവും നൽകി. ഇത് പുതിയ ലേഖനമല്ല, പഴയ ലേഖനമാണ്, പുനഃപ്രസിദ്ധീകരിച്ചതാണ്. പ്രസിദ്ധീകരിക്കാനുള്ള കാരണം വഖഫിനെ കുറിച്ചുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ സജീവമായിരിക്കുന്നു എന്നതിനാലാണ്. ഇവിടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടുന്ന 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊള്ളട്ടെ. കത്തോലിക്കാ സഭയുടെ ഭൂമിയും വഖഫിൻ്റെ ഭൂമിയും ഒരുപോലെയാണെന്ന് കരുതാനാവില്ല. കത്തോലിക്കാ സഭയ്ക്ക് ഭൂസ്വത്തേയില്ല. ഉള്ളത് സഭയിലെ ഇടവകകൾക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കുമാണ്. വഖഫ് പക്ഷേ അങ്ങനെയല്ല. വഖഫ് കൗൺസിലുകൾക്കും വഖഫ് ബോർഡിനും സ്വന്തം പേരിൽ സ്ഥലമുണ്ട്. അതായത് സ്വത്തിൻ്റെ ഏകീകൃത രൂപമാണ് വഖഫ് എന്ന് പറയുന്നത്. ഈ ഏകീകൃത രൂപം കത്തോലിക്കാ സഭയിൽ ഇല്ല. വ്യക്തികൾക്ക് ഭൂസ്വത്തുള്ളതുപോലെയാണ് ഇടവകകൾക്കും സ്ഥാപനങ്ങൾക്കും സഭയിൽ ഭൂസ്വത്തുള്ളത്. അതുകൊണ്ട് ആ സ്വത്തുക്കളെല്ലാം കൂടി ചേർത്ത് സഭയുടെ സ്വത്ത് എന്ന് വഖഫിൻ്റെ സ്വത്തിനെ കുറിച്ച് പറയുന്നത് പോലെ പറഞ്ഞാൽ സാങ്കേതികമായി അത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, മതനിയമത്തിൻ്റെ പേരിൽ സഭയിൽ സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിശ്വാസികൾ ദാനമായി നൽകിയതാണ് സഭയുടെ സ്വത്തുക്കൾ അധികവും. സ്ഥാപനങ്ങളാകട്ടെ പണം കൊടുത്ത് നിയമാനുസൃതം ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വാങ്ങിയിട്ടുള്ള ഭൂസ്വത്തുക്കളാണ്. സ്കൂളുകളുടെ, കോളേജുകളുടെ ഒക്കെ ഉദാഹരണം. അതായത് സഭയുടെ സ്വത്തുക്കളൊന്നും അനധികൃതമല്ല, രേഖാമൂലം സമ്പാദിച്ചിട്ടുള്ളവയാണ്. മൂന്നാമത്തെ കാര്യം, സഭ ഈ സ്വത്ത് ഉപയോഗിക്കുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം അറിയണം എന്നതാണ്. സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനോ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ രാജ്യദ്രോഹ നടപടികൾക്കോ സഭയുടെ ഒരു പൈസ പോലും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ലേഖനത്തിലെ സഭാവിരുദ്ധതയ്ക്ക് മറ്റൊരു തെളിവ്
സഭയുടെ സ്ഥാപനങ്ങളുടെ എണ്ണം പറഞ്ഞപ്പോൾ വളരെ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ എന്നുള്ളതാണ്. അതായത് ഭൂസ്വത്ത് ധാരാളമുണ്ടായിരിക്കുകയും സേവന സ്ഥാപനങ്ങൾ വളരെ കുറവ് മാത്രമാണ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നത് എന്ന് പറയാനുള്ള ഒരു ശ്രമമാണ് ഈ ലേഖനത്തിലുള്ളത്. യഥാർത്ഥ കണക്കുകൾ ഇങ്ങനെയാണ്. കത്തോലിക്ക സഭയ്ക്ക് ഭാരതത്തിൽ 174 രൂപതകളുണ്ട്. 200-ലധികം സന്യാസ സമൂഹങ്ങളാണ് പ്രേക്ഷിത രംഗത്ത് ഉള്ളത്. സഭയുടെ മേൽനോട്ടത്തിൽ 40,000-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 400-ലധികം കോളേജുകളും 6 സർവകലാശാലകളും കത്തോലിക്ക സഭയുടെ മേൽനോട്ടത്തിലാണ് വർത്തിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും സഭയുടെ സാന്നിധ്യവും പ്രവർത്തനവും വളരെ ശക്തമാണ്. 5 മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ 240 നേഴ്സിംഗ് പാരാമെഡിക്കൽ സ്ഥാപനങ്ങൾ സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. 85,000 രോഗികളെ ഒരേ സമയം കിടത്തി ചികിത്സിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് സഭയുടെ ആശുപത്രികളിലുള്ളത്. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും ആശുപത്രി പോലെയുള്ള ആതുരാലയങ്ങളെക്കുറിച്ചുമുള്ള ആക്ഷേപം അവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നു, സൗജന്യ നിരക്കിലാണ് സേവനം, ഇതൊക്കെ പക്ഷേ മറ്റൊരു ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നതാണ്. ആളുകളെ ആകർഷിക്കുക, മതപരിവർത്തനം നടത്തുക. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് ലേഖനത്തിലെ സൂചന. സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയവരുണ്ട്, അവിടെ ചികിത്സിച്ച് ആരോഗ്യം വീണ്ടെടുത്തവരുണ്ട്. അവരാരും സമ്മതിച്ചു കൊടുക്കുന്ന വാദഗതിയല്ല ലേഖനത്തിലുള്ളത് എന്നുള്ളത് ഓർമ്മിക്കുക. ഇതിനു പുറമെയാണ് മറ്റാരും ചെയ്യാത്ത വലിയ സേവനങ്ങൾ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അത് സഭയുടെ ആയിരക്കണക്കായ ബാലമന്ദിരങ്ങൾ, ശിശുക്ഷേമ കേന്ദ്രങ്ങൾ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഭവനങ്ങൾ, വൃദ്ധസദനങ്ങൾ, ആർക്കും വേണ്ടാത്ത, എല്ലാവരും തള്ളിയ, മരണം മാത്രം മുന്നിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സഭ നടത്തുന്ന ശരണാലയങ്ങളും ഒക്കെ. ഇതൊന്നും ലേഖകൻ കാണുന്നില്ല. ക്രൈസ്തവര് മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള ആക്ഷേപം ഒറ്റപ്പെട്ടതല്ല. എല്ലാ കാലങ്ങളിലും സഭാവിരുദ്ധര് പറയുന്ന കാര്യമാണത്. ഞാൻ ചോദിക്കട്ടെ, 2000 വർഷമായി ക്രൈസ്തവ വിശ്വാസികൾ ഇവിടെയുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ 10,000-കണക്കിന് ആൾക്കാരാണ്. 24 മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ്. ഇവര് മതപരിവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ എത്രയോ കൂടുതൽ ക്രൈസ്തവ ജനസംഖ്യ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ 2% താഴെ മാത്രമാണ് 140 കോടി ജനങ്ങളുള്ള ഭാരതത്തിലെ ക്രൈസ്തവരുടെ എണ്ണം. ഈ കണക്കിൽ നിന്ന് തന്നെ ക്രൈസ്തവര് ഈ രാജ്യത്ത് മതപരിവർത്തനം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന വിശ്വാസ സമൂഹമല്ല എന്ന് വ്യക്തമാവുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ജനങ്ങളെ നയിക്കുകയെന്നുള്ളത് സഭയുടെ ലക്ഷ്യവും കടമയും ഉത്തരവാദിത്വവുമാണ്. അത് രാഷ്ട്ര നിയമങ്ങൾക്ക് എതിരായിട്ട് ചെയ്യില്ല. പ്രീണനം കൊണ്ടോ ഭീഷണി കൊണ്ടോ ആരെയും ക്രിസ്തുമാർഗത്തിലേക്ക് ക്രൈസ്തവര് നയിക്കുന്നില്ല. ഇക്കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും മറച്ചുവെച്ചാണ് ക്രൈസ്തവര് മതപീഡനം നടത്തുന്നുവെന്ന് പറയുന്നത്. അത് ക്രൈസ്തവ വിരുദ്ധമായ വ്യാജപ്രചരണമാണ്, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. വെബ്സൈറ്റിൽ നിന്ന് ലേഖനം പിൻവലിച്ചുവെന്ന് പറഞ്ഞുവല്ലോ. തെറ്റ് മനസ്സിലാക്കി അങ്ങനെ ചെയ്തു എന്നല്ല കരുതേണ്ടത്. പകരം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച്
നടത്തിയ പിന്മാറ്റമായിരുന്നു അത് എന്ന് വേണം ധരിക്കാൻ. ക്രൈസ്തവ സാന്നിധ്യം കൂടുതലുള്ള ചില സംസ്ഥാനങ്ങളുണ്ട്. കേരളം, ഗോവ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരിച്ചടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരുത്തലെന്ന് ക്രൈസ്തവ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്.